ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിമ്പിൾസ് മാർക്സ് റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ നെറ്റിയിലൊക്കെ ഇങ്ങനെ തരിതരി പോലുള്ള കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ടിപ്പായിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും അടുക്കളയിലുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു കുഞ്ഞുള്ള തരിതരി പോലുള്ള പിമ്പിൾസ് ഉണ്ടല്ലോ, അപ്പോൾ അത് മാറാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് വലിയ ബ്രേക്ക് ഔട്ട്സ് ആണ് വരുന്നതെങ്കിൽ പോലും ആ ഒരു പിമ്പിൾസ് മാറ്റി പിമ്പിൾസിൻ്റെ ആ ഒരു ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടല്ലോ അതിനെ മാറ്റാനും, ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നല്ല ക്ലിയർ ആക്കി വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് PCOD അങ്ങനെയുള്ള എന്തെങ്കിലും ഹോർമോൺ ചേഞ്ച് കൊണ്ട് വരുന്നതാണെങ്കിൽ മാറില്ല കേട്ടോ. ഇപ്പോൾ ഈ ചൂട് കാലാവസ്ഥയിൽ നമുക്ക് എക്സ്റ്റേണലിയാണ് കൂടുതലും നെറ്റിയിൽ തരിതരി പോലുള്ള പിമ്പിൾസ് വരുന്നത്. പിന്നെ താരം കൊണ്ടാണെങ്കിൽ അത് ആദ്യം മാറ്റാനായിട്ട് നോക്കുക. പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലിമി സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജെല്ല്. അത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അത് യൂസ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി മാറിപ്പോവും. ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ചിലർക്ക് വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും ഒന്ന് ട്രൈ ചെയ്താൽ മതി. അങ്ങനെ എപ്പോഴും അങ്ങനെ ട്രൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. യൂസ് ചെയ്ത് മാറുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക, പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ നമ്മളിങ്ങനെ പാക്ക് ഇങ്ങനെ തയ്യാറാക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കണ്ടേ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എങ്കിലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് വേണ്ടുന്ന മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻ ടീ ആണ്. അപ്പോൾ ഞാൻ ലിപ്റ്റൻ്റെ ഗ്രീൻ ടീ ആണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാം. ഗ്രീൻ ടീ ഏതായാലും മതിയാവും. ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടീ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ടീ സ്യൂട്ട് ആവാത്തവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ നീമിൻ്റെ പൗഡർ ഉണ്ടല്ലോ, നീമിൻ്റെ പൗഡറോ അതല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള നീം ലീവ്സ് അരച്ചെടുത്തതോ എടുക്കാം. ഇനി ഇതും നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിനയില മിൻറ്റ് ലീവ്സ് ഉണ്ടല്ലോ, അത് വേണമെങ്കിലും ഇതേ അനുപാതത്തിൽ ഇതേ ഒരു ആയിട്ട് എടുക്കാം. അപ്പോൾ ഒരു ടീസ്പൂൺ പൗഡറാണ് എടുക്കണമെങ്കിൽ ഒരു ടീസ്പൂൺ എടുക്കുക. ഗ്രീൻ ടീ ആണ് എടുക്കണമെങ്കിൽ ഒരു ടീ ബാഗ് എടുത്ത് അതിന് എന്താ പറയുക പൊട്ടിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഇലയാണെങ്കിൽ അത് അരച്ച് ഒരു ടീസ്പൂൺ എടുക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അരയ്ക്കാൻ നേരത്ത് നിങ്ങൾക്ക് റോസ് വാട്ടർ ചേർത്ത് വേണം അരയ്ക്കാനായിട്ട്. ഓയിലി ആഗ്നെ പ്രോൺ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ചേർത്ത് അരയ്ക്കാം. അതല്ല ഡ്രൈ ടു നോർമൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടറോ അല്ലെങ്കിൽ അലോവേരയുടെ ജെല്ലോ ഒക്കെ ചേർത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അരച്ചെടുക്കാം. ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിന് ഞാൻ ഗ്രീൻ ടീ ആണ് എടുത്തേക്കുന്നത്. അതിന് ജസ്റ്റ് നമ്മൾ ഓൾറെഡി ഇത് നല്ല ഫ്രൈഡ് അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഫോമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കൈ കൊണ്ട് വിചാരിച്ചാലും ജസ്റ്റ് ഇതിനൊന്ന് ക്രഷ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക. കുറച്ചുകൂടി ഫൈനായിട്ടുള്ള പൊടിയായിട്ട് കിട്ടും. എന്നിട്ട് ഞാൻ എൻ്റെ സ്കിന്നിന് എല്ലാതും ഒരുവിധം സ്യൂട്ടാവുന്ന സ്കിന്നാണ് എൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അതൊരു കോമ്പിനേഷൻ സ്കിന്നാണ്. ഞാൻ എടുക്കുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ എടുക്കുമ്പോൾ മെയിനായിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ pH വാല്യൂ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി റോസ് വാട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നോർമൽ വാട്ടർ ചേർക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടോണർ ഉണ്ടെങ്കിൽ അത് ദ ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയും കേട്ടോ. കാരണം ആ ഒരു ടോണറിൻ്റെ ബെനിഫിറ്റും കൂടി നമുക്ക് ഇതിലേക്ക് കിട്ടും. അപ്പോൾ ഗ്രീൻ ടീയുടെ ടോണറൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതായാലും മതിയാവും, ഏത് ടോണർ എടുത്താലും മതിയാവും. അപ്പോൾ റോസ് വാട്ടർ വരെയും ടോണറായിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോൾ കാമ ആയുർവേദയുടെ റോസ് വാട്ടറാണ്. അപ്പോൾ ഇത് നമുക്ക് ടോണറായിട്ടും ഒരു ഫ്രഷ് മിൻ്റായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടറാണ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ് നിങ്ങളെങ്കിൽ, അല്ലല്ല നമ്മുടെ ഏതെങ്കിലും ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ആവുമെങ്കിൽ, ഏതെങ്കിലുമൊക്കെ പാക്കുകൾ ഇടുമ്പോൾ ഡ്രൈ ആക്കുന്ന സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കുറച്ച് അലോവേരയുടെ ജെല്ലോ തൈരോ ഒക്കെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കങ്ങനെ പാക്ക് ഇടുമ്പോൾ ഡ്രൈ ആവാറുണ്ട്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ളത് മിക്സ് ചെയ്യാൻ എടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് കുറച്ച് നമ്മുടെ അലോവേരയുടെ ജെല്ലൂടെ ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് ഹണി വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം, നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നത്. ചിലർക്ക് ഹണി ഉപയോഗിക്കുമ്പോൾ ബ്രേക്ക് ഔട്ട്സ് ഇങ്ങനെ വരാറുണ്ട്, തരിതരി പോലുള്ള പിമ്പിൾസ് വരുന്നവരുണ്ട്. ഈവൻ നമ്മുടെ ഓരോ സ്കിൻ ടൈപ്പും വ്യത്യസ്തമായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്യൂട്ട് ആവുന്ന പ്രൊഡക്റ്റുകളും വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ. എന്നിട്ട് ഞാൻ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് വേണം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഫേസിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം.
അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ എങ്ങനെയാണ് പാക്ക് തയ്യാറാക്കി എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഗ്രീൻ ടീ ആണ്. അതുപോലെ തന്നെ നമുക്ക് നീം ലീവ്സിന്റെ പൗഡർ എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിനയില മിന്റ് ലീവ്സ് ഉണ്ടല്ലോ അതിന്റെ പൗഡർ ഉണ്ടെങ്കിൽ അത് എടുക്കാം. അപ്പോൾ ഇത് 3 പൗഡറിൽ ഏതും നമുക്ക് നന്നായിട്ട് വർക്കാവും. പക്ഷേ എങ്കിൽ ചിലർക്ക് മിന്റ് ലീവ്സ് മാത്രമായിരിക്കും വർക്കാവുക, ചിലർക്ക് നീം ലീവ്സ് ആയിരിക്കും വർക്കാവുക, ചിലർക്ക് ഗ്രീൻ ടീ ആയിരിക്കും വർക്കാവുക. അപ്പോൾ ഏതാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇപ്പം ഇത് 3 നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇത് ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് അരച്ച് ഉപയോഗിച്ചാലും മതി. റോസ് വാട്ടർ ചേർത്ത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ച് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് വർക്കാവുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ പാക്ക് ഇടുന്ന പോലെ തന്നെയാണ്. ആവി പിടിച്ചിട്ടിട്ടാൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാമേ. ഇപ്പം ഞാൻ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആക്നെ ഉള്ള സ്ഥലം ഏതാണോ അവിടെ നമുക്ക് ഇതുപോലെ കുറച്ച് എടുത്തതിന് ശേഷം നല്ല തിക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കങ്ങനെ ഫേസിൽ അങ്ങനെ ആക്നെ ഒരുപാട് വരാറില്ല. പിന്നെ പീരിയഡ്സിൻ്റെ സമയത്താണ് കൂടുതലും വരാറുള്ളത്. ഇപ്പോൾ ജസ്റ്റ് വന്ന് പോയിട്ടേ ഉള്ളൂ. ഇനി അതിൻ്റെ കുറച്ച് മാർക്സുകളുണ്ട്. എനിക്ക് ചില പീരിയഡ്സിൻ്റെ സമയത്ത് വലിയ ചക്ക പോലത്തെ കുരുക്കളും വരും. അത് ജമ്മത്ത് മാഞ്ഞു പോവില്ല എന്നുള്ളതാണ്. ആ ഒരു കുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ അകത്തുനിന്ന് ഇങ്ങനെ വന്ന് മുഴച്ച് നിൽക്കുന്ന കുരുക്കളായിരിക്കും കേട്ടോ. പുറമേ തൊലിപ്പുറത്ത് വരുന്ന കുരുക്കളാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് അതിൻ്റെ മാർക്സ് മാഞ്ഞു പോകും. പക്ഷെ അകത്തുനിന്ന് വരുന്ന ആ ഒരു കുരുവിൻ്റെ പാടുകൾ മാഞ്ഞു പോകാൻ എനിക്ക് ഒത്തിരി ടൈം എടുക്കാറുണ്ട്. അത് കൂടുതലും എനിക്ക് പീരിയഡ്സിൻ്റെ സമയത്താണ് വരുന്നത്. പിന്നെ എനിക്ക് ആ ഒരു മൈഗ്രെയിൻ വന്ന സമയത്ത് ഞാൻ അതിൻ്റെ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് അതുപോലത്തെ ഒരുപാട് കുരുക്കൾ വന്നായിരുന്നു. അതൊക്കെ നമ്മുടെ ആ ഒരു ഹോർമോണിൻ്റെയും ഒരു ടാബ്ലറ്റിൻ്റെയൊക്കെ എഫക്റ്റ് ആയിരുന്നു കേട്ടോ. ആ സമയത്തും ആ ഒരു ബ്രേക്കൗട്ട്സിൻ്റെ ഇത് മാറാൻ ഒത്തിരി ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. സോറി. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള പിമ്പിൾസിൻ്റെ മാർക്സ് ആണെങ്കിൽ ടൈം എടുക്കും. അപ്പം ചില പീരീഡ്സിൻ്റെ സമയത്ത് എനിക്ക് അങ്ങനെ അത്രയും വലിയ കുരുക്കൾ വരാറുണ്ട്. എന്നാൽ ചില പീരീഡ്സിൻ്റെ സമയത്ത് അത്രയും പൊന്തി വരാറില്ല. ചിലപ്പോൾ മങ്ങിയിരുന്നിട്ടാണെങ്കിൽ പോലും അങ്ങനത്തെ പിമ്പിൾസ് ആയിരുന്നു വരുന്നത്. പക്ഷെ അത് ചിലപ്പോൾ പെട്ടെന്ന് അതിൻ്റെ പാടുകൾ മാഞ്ഞു പോകും. പക്ഷെ പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വലിയ രീതിയിൽ വരുന്നതാണെങ്കിൽ മാഞ്ഞു പോകാൻ ടൈം എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ 20 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അതിന് ശേഷം വാഷ് ഓഫ് ചെയ്യും. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം. ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പാക്ക് ഇങ്ങനെ വാഷ് ഓഫ് ചെയ്ത് കളയുന്ന പോലെ ഈ ഒരു പാക്കിന് ചെയ്യാണ്ടിരിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു എസൻസ് നമ്മുടെ ഫേസിൽ ഇരിക്കണമെങ്കിലാണ് നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ടോണർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ പ്യൂർ ആയിട്ടുള്ള റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതെടുക്കാം. അത് നമ്മുടെ ഫേസിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു സ്പഞ്ച് എടുക്കാം. അത് ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ എന്താണ് പറയുക വൈപ്പ് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. മക്കളിഞ്ഞോ ഇതാണ്ട് അമ്മ ചെരുപ്പ് എടുത്താൽ പോയി. കണ്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതും കൂടി ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ക്ലീൻ ആവാനുണ്ട്. കുലുക്കല്ലേ മോളെ. അപ്പൊ ഞാൻ കുറച്ചുകൂടി റോസ് വാട്ടർ സ്പ്രേ ചെയ്തതിന് ശേഷം എൻ്റെ ഫേസ് ടവലാണ് കേട്ടോ ഇത്, നമ്മുടെ മൈക്രോ ഫൈബർ ടവലാണ്. അത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. ഇതേ കണ്ടു.
അപ്പോൾ നമ്മൾ ഇതുപോലെ തുടച്ചെടുത്താൽ മതിയാവും. വൈപ്പ് ഓഫ് ചെയ്ത് എടുക്കേണ്ട. വാട്ടർ ഉപയോഗിച്ചിട്ട്, വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ തുടയ്ക്കാനും നിൽക്കേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ടിൽ വ്യത്യാസങ്ങൾ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു എസൻസ് നമ്മുടെ ഫേസിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു റിസൾട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ടാറ്റ പറ എല്ലാവർക്കും. ടാറ്റ പറ. ടാറ്റ പറയല്ല, ഇവിടെ നോക്കി ടാറ്റ പറ. ടാറ്റ ടാറ്റ പറ. ടാറ്റ പറ. ടാറ്റ.